നമസ്കാരം. മോദി ട്രംപ് കൂടിക്കാഴ്ചയാണ് ഇപ്പോഴെല്ലാവരുടെയും നാവിൻ തുമ്പിലെ സംസാര വിഷയം. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ചെല്ലുന്നത്. പ്രതീക്ഷയുടെ ഭാരം ഒരു വശത്ത്, മാത്രമല്ല ട്രംപ് അധികാരമേറ്റതിന് ശേഷം കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങൾ, അത് ഇന്ത്യക്ക് ഏറെ അലോസരമുണ്ടാകുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ചങ്ങലക്കിട്ട് ഇന്ത്യൻ വംശജരെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ സൈനിക വിമാനത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് അമൃത്സറിൽ ഇറക്കിയത് സംബന്ധമായ വിവാദം. വൈകാരികമായ ഒരുപിടി കാര്യങ്ങൾ, അത് മാത്രമല്ല വ്യാപാരപരമായ കാര്യങ്ങളിൽ ട്രംപിന്റെ യുദ്ധം, ഇതെല്ലാം തന്നെ ബാക്ക് ടു ദ മൈൻഡ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്, മൈ ഫ്രണ്ട് ട്രംപ് എന്ന് വിളിക്കുമ്പോൾ എത്രത്തോളം വ്യക്തിപരമായ സൗഹൃദം, രാഷ്ട്രാന്തര ബന്ധങ്ങളുടെ ഊടും പാവും നെയ്തെടുക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ആ ഒരു പ്രഹേളികയ്ക്ക് ഭാഗികമായിട്ടെങ്കിലും ഉത്തരമായിട്ടുണ്ടോ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ? ഇപ്പോൾ ജസ്റ്റ് നടന്നു കഴിഞ്ഞ ആ കൂടിക്കാഴ്ചയിൽ എന്താണ് അതിന്റെ ഒരു ബാക്കിപത്രം? ഒരു ഹ്രസ്വമായ വിലയിരുത്തൽ മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സാമ്പത്തികമായി ഇന്ത്യയുടെ വ്യാപാരം, ഇൻഡോ അമേരിക്കൻ ട്രേഡിന്റെ ദിശാബോധം സംബന്ധമായി ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു വീഡിയോ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സൈനികമായ സഹകരണം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൈനിക സഹകരണത്തിന്റെ പുതിയ പന്ഥാവുകൾ, അത് ദക്ഷിണേഷ്യയിൽ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന വ്യാപകമായ മാറ്റങ്ങൾ, അതും മറ്റൊരു വീഡിയോയിൽ ഉള്ളത് കൊണ്ട് ഒരു ജനറൽ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ട്രംപ് മോദി നെഗോസിയേഷൻ. നോക്കൂ, രണ്ട് സുഹൃത്തുക്കൾ, ഗാഢ ആലിംഗനത്തിൽ ഏർപ്പെടുന്ന രണ്ട് സുഹൃത്തുക്കൾ പരസ്പരം നല്ല വാക്കുകൾ പറയുന്നു. പക്ഷേ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ, ചർച്ചക്കായിരിക്കുമ്പോൾ പക്ക ബിസിനസ് ആണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് ട്രംപ് പറയുമ്പോൾ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ എന്ന് നരേന്ദ്രമോദി പറയുന്നത് തീർച്ചയായും കൗതുകകരമായ ഒരു കാര്യമാണ്. അപ്പോൾ മാഗായും മീഗായും രണ്ടും ചേർന്ന് ആരങ്ങ് കുടിപ്പിക്കുന്ന രംഗമാണ് അമേരിക്കയിൽ കണ്ടത്. എന്നാൽ മോദി വരുന്നതിന് മുൻപ് തന്നെ ചില ഒരുക്കങ്ങൾ അമേരിക്ക ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം വ്യാപാര രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, ടാരിഫിന്റെ കാര്യത്തിൽ, ഇറക്കുമതി കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന അമേരിക്കയുടെ ഒരു നയം, പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ നയം മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചു വെച്ചതാണ്. കൺസെഷൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നത് തന്നെയായിരുന്നു നിലപാട്. അത് മാത്രമല്ല, അതിനുശേഷം ആ മോദി വന്നിറങ്ങി ആദ്യം കാണുന്നത് തുളസി ഗബാർഡ് ആണ്. തുളസി ഗബാർഡ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഡയറക്ടറാണ്. ദേശീയ സുരക്ഷ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു വിഷയം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇന്ത്യൻ വംശജ കൂടിയായ ഡെമോക്രാറ്റ് ടേൺഡ് റിപ്പബ്ലിക്കൻ തുളസി ഗബാർഡുമായി നടന്ന ചർച്ച, അപ്പൊ എത്രത്തോളം മോദിയുടെ വിസിറ്റിന് എത്രത്തോളം സൈനികവും സുരക്ഷാപരവുമായ കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നു എന്നതിന്റെ ഒരു കർട്ടൻ റൈസർ ആയിരുന്നു അത്. അതിനുശേഷം കണ്ടത് സാക്ഷാൽ ഇലോൺ മസ്കിനെയാണ്. നരേന്ദ്രമോദി കണ്ടത് ഇലോൺ മസ്കിനെയാണ്. മസ്ക് വെറുതെ വരികയല്ല, മസ്കിന്റെ ഭാര്യയും മക്കളെയും എല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയ ലൈൻ തുറക്കുകയാണ്. ഒരു പുതിയ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആണ് മസ്കിന്റെ. വെറും ബിസിനസ് നെഗോസിയേഷൻ എന്നതിനുപരിയായി ഒരു മെസ്സേജ് കൊടുക്കാൻ ട്രംപ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ട്രംപ് മസ്കിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, മസ്ക് തന്നെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതൊരു പക്ഷേ ഈ ഫീൽഡ് ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ, ഇലക്ട്രിക് വാഹനങ്ങൾ, ടെസ്ല, മസ്കിന്റെ ഇലക്ട്രിക് കാർ, അതിന്റെ ഇതുവരെ അതിനുള്ള നിർമ്മാണാനുമതിയോ ഇറക്കുമതിയോ ഒന്നും ആയിട്ടില്ല. അപ്പൊ അത് വലിയ തോതിലാണ് ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഒരുപക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് അർത്ഥതലങ്ങളേറെയാണ്. അതേക്കുറിച്ച് വിശദ വിവരങ്ങൾ എനിക്ക് പങ്കുവെക്കാനാവും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ട്രംപും മോദിയും തമ്മിൽ ഈ പരസ്പരം ഈ പ്ലസന്ററീസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഔപചാരികമായ സംഭാഷണങ്ങൾ നടത്തി. അതിന്റെ വിവരങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം നടന്ന ജോയിന്റ് പ്രസ് മീറ്റ്, അപ്പൊ ട്രംപ് വാസ് ഓൺ ഹിസ് എലമെന്റ്സ്, ദാറ്റ് ഈസ് വെരി ബെസ്റ്റ്. അദ്ദേഹം വളരെ വളരെ അനർഗളമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പത്രലേഖകരെ കാണുന്നൊരു പതിവുണ്ട് പൊതുവെ. എന്നാൽ നരേന്ദ്രമോദി അത്ര പത്രലേഖകരെ നേരിട്ട് അധികം പ്രസ് കോൺഫറൻസ് നടത്തുന്ന ഒരു ശീലമില്ല.
അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്തത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതിൽ നല്ല കാര്യങ്ങൾ പലതും ഉണ്ടായി എങ്കിൽ പോലും ഒരു കല്ലുകടി അവിടെ ഉണ്ടായി. നരേന്ദ്രമോദിയോട് ഒരു ചോദ്യമുണ്ടായി. ഗൗതം അദാനിയെ കുറിച്ചുള്ള താങ്കളുടെ അടുപ്പം അത് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന രീതിയിലുള്ള, അത് മാത്രമല്ല ഗൗതം അദാനി അമേരിക്കയിൽ ചില കേസുകളിൽ പെട്ടു നിൽക്കുകയുമാണ്. കോഴ കൊടുത്ത് അല്ലെങ്കിൽ സ്വാധീനിച്ച്, അമേരിക്കൻ കമ്പനികളെ സ്വാധീനിച്ച് തന്റെ ബിസിനസ് വിപുലീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഗൗതം അദാനിക്ക് നേരെയുള്ള നിയമ നടപടികൾ അമേരിക്കയിൽ നടക്കുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മോദി ഒരു ഭാഗികമായി തന്ത്രപരമായി ഒഴിഞ്ഞുമാറലും, അതേസമയം രണ്ട് രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഇവിടെ അനുചിതമാണ് എന്ന രീതിയിൽ സംസാരിച്ച് മോദി ആ വിഷയത്തിൽ നിന്നും പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം. ഒന്ന്, കുടിയേറ്റ വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയം. കുടിയേറ്റ വിഷയത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് മോദി ശക്തമായ പ്രതിഷേധം ഉയർത്തും. അമേരിക്കയിൽ നിന്നും 100ഓളം ഇന്ത്യൻ വംശജരെ പ്ലെയിനിൽ കൊണ്ടുവന്നത് ചങ്ങലക്കിട്ടും വിലങ്ങ് വെച്ചും ആണ് എന്ന് പറയുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം ഔപചാരികമായി രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായതായി നമുക്കിപ്പോൾ അറിവില്ല. സ്വകാര്യ സംഭാഷണത്തിൽ അവർ തമ്മിൽ സംസാരിച്ചോ എന്നറിയില്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായില്ല. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ കർശനമായി എതിർക്കുന്നു. മനുഷ്യ കടത്ത്, ഇന്ത്യൻ വംശജരായ ഇന്ത്യൻ പൗരന്മാരെ ആളുകൾ അമേരിക്കയിലേക്ക് മാത്രമല്ല മറ്റ് പല ഇടത്തേക്കുമുള്ള മനുഷ്യ കടത്ത് അത് കർശനമായി നിരോധിക്കേണ്ടതാണ്. അതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ഊന്നി പറയുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇന്ത്യ ഒരുപാട് ഈ അനധികൃത കുടിയേറ്റം മാത്രമല്ല, ഇന്ത്യൻ വംശജരായ ആളുകൾ ഇന്ത്യക്കെതിരെ അമേരിക്കയിൽ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ ദേശവിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഇന്ത്യക്ക് സെക്യൂരിറ്റി ഹാസർഡ്സ് ഉണ്ടാക്കുന്നു. ആ ഒരു കാര്യത്തിൽ വ്യക്തമായ തീരുമാനമായി അമേരിക്ക വിൽ സർട്ടൻലി എക്സ്ട്രഡൈറ്റ് തഹാവൂർ റാണ. തഹാവൂർ റാണയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബോംബെ അമേരിക്കൻ പൗരനും ബോംബെ ഭീകര ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ആളുമായ തഹാവൂർ റാണയ്ക്കെതിരെ നിയമ നടപടികൾ അമേരിക്കയിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യക്ക് വിട്ട് കിട്ടേണ്ടയാളാണ് മിസ്റ്റർ റാണ. ആ റാണയെ ഇന്ത്യക്ക് വിട്ടുതരാൻ അമേരിക്ക തയ്യാറാണ്. അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണമുണ്ടായി. ഇതൊരു തുടക്കമാണെങ്കിൽ ഇന്ത്യ തേടുന്ന ഒരുപക്ഷെ ഹർവിന്ദർ സിംഗ് പന്നുവിനെ പോലെയുള്ള ആളുകൾ, ഹർപട്വന്ത് സിംഗ് പന്നു, അതാണല്ലോ സിഖ് ഭീകരതയുടെ ആൾരൂപമായി അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരമായ പ്രസ്താവന നടത്തുകയും സംഘടിപ്പിക്കുകയും തീവ്രവാദികളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പന്നുവിനെതിരെ ഉൾപ്പെടെയുള്ള ആക്ഷൻ ഇൻ ദ പൈപ്പ് ലൈൻ ആണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ശുഭോദർക്കമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഡിഫൻസ് കോർപ്പറേഷനുള്ള കർട്ടൻ റൈസർ ആയിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞു വെച്ചു. സാമ്പത്തിക സഹകരണത്തെക്കുറിച്ച് ഇലോൺ മസ്കിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങളുമായി വ്യക്തമായി സഹകരിക്കാം. ഒരു ഫ്രീ പബ്ലിസിറ്റിയാണ് യഥാർത്ഥത്തിൽ പത്രത്താളുകളിലോ ടെലിവിഷനിലോ കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ്. എത്ര ലളിതമായ ഒരു കാര്യമാണ്. ഇലോൺ മസ്കിന്റെ മുതുകത്ത് തന്നെ ട്രംപ് പറയുകയാണ്, ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുമായി നിങ്ങൾക്ക് കച്ചവടം നടത്താനാവും എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എൻഡോഴ്സ്മെന്റ്. അതുകൊണ്ട് ആകെ ഊഷ്മളമായ ഒരു അന്തരീക്ഷത്തിലാണ് ട്രേഡ് നെഗോസിയേഷൻസ് നടന്നത്. വ്യക്തമായി ഈ മന്ത്രാലയ തലത്തിൽ, സെക്രട്ടറി തലത്തിൽ കൂടിയാലോചനകൾ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യത്തിൽ കല്ലെ പിളർക്കുന്ന ശാസനയാണ് ട്രംപ് പറഞ്ഞത്. മോദി എത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ ട്രംപ് പറഞ്ഞു വെച്ചു, റെസിപ്രോക്കൽ ടാരിഫ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഏതെങ്കിലും ഉൽപ്പന്നത്തിനെതിരെ ഏതെങ്കിലും ഒരു രാജ്യം നിശ്ചിത ശതമാനം നികുതി ചുമത്തിയാൽ, എക്കണോമിക് ഫ്രോണ്ടിയർ ആകട്ടെ പ്രോഡക്റ്റ് സ്പെസിഫിക് ആകട്ടെ ചുമത്തിയാൽ തത്തുല്യമായ നികുതി ആ രാജ്യത്ത് നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രോഡക്ട്സ് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യപ്പെടുമ്പോൾ അമേരിക്കയും ചുമത്തും എന്ന് പറയുന്നതാണ് റെസിപ്രോക്കൽ ടാരിഫ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയാം, പ്രതികാര നടപടിയാണ്. അതിൽ നിന്നും ഇന്ത്യക്കും മോചനമില്ല. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അമേരിക്ക നയം വ്യക്തമാക്കി. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇപ്പോൾ
പലതും വളരെ തുച്ഛമായ ഇറക്കുമതി നികുതിയാണ്. അതേസമയം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഹാർലി ഡേവിഡ്സൺ ബൈക്ക് പോലെയുള്ള കാര്യങ്ങൾ, അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും വളരെ വലിയ നികുതിയാണ്. അതുകൊണ്ട് മോദിയെ ഇതുവരെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് ഒന്നുകൂടി വിശേഷിപ്പിക്കുകയാണ് ടഫ് ബാർഗെയിനർ, ടഫ് നെഗോഷിയേറ്റർ, അല്ലെങ്കിൽ നികുതി ഭീകരതയുടെ ആൾ എന്നൊക്കെ രീതിയിൽ. ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു കോംപ്ലിമെന്റ് ആണ്. ഇറ്റ്സ് എൻ എൻഡോഴ്സ്മെന്റ് ഓഫ് ഇന്ത്യസ് ടഫ് സ്റ്റാൻഡ്. അതേസമയം ഞങ്ങളും അതേപോലെ ഒരു ടഫ് സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്ന അമേരിക്കയുടെ പ്രഖ്യാപനവും ഇവിടെ കണ്ടു. അതുകൊണ്ട് ഒരു കടുകിട ഫ്രണ്ട്ഷിപ്പ് വേറെ, ബിസിനസ് വേറെ എന്ന് വ്യക്തമായ ഒരു സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിക്ക് നൽകിയത്. മോദി അത് ഏതാണ്ട് ആ രൂപത്തിൽ തന്നെയാണ് അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്ത്. ഈ പല റിപ്പോർട്ടുകളും കണ്ടു. ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങി, അല്ല എങ്കിൽ ട്രംപ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുത്തു. അങ്ങനെയൊന്നുമല്ല. ഇവിടെ വരുന്നത് ഒരു സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയുടെ നയത്തെ മാറ്റാനാവില്ല. അത് ട്രംപിന്റെ നയമാണ്, അമേരിക്കയുടെ ഫോറിൻ പോളിസിയാണ്. അത് ഒരു കാര്യം ട്രംപ് ഒരു സ്വല്പം നീട്ടി എറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ, ടാരിഫ് നിബന്ധനകൾ നിലവിൽ വരുന്നത് ഏപ്രിൽ 1 മുതലായിരിക്കും. അതുവരെയുള്ള കാലം, അതായത് ഫെബ്രുവരി മാസം പകുതിയായി, ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കഠിനമായ, ശക്തമായ, മീനിങ് ഫുൾ ആയ നെഗോസിയേഷൻ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾക്ക് നടത്താം അമേരിക്കയുമായി. അപ്പൊ ഇൻഡോ അമേരിക്കൻ നെഗോസിയേഷൻസ് നടത്തി ചില കാര്യങ്ങളിൽ ധാരണയും തീർച്ചമൂർച്ചയുമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ റെസിപ്രോക്കൽ ടാരിഫിൽ നിന്നും ഏതാനും ഉൽപ്പന്നങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഉൽപ്പന്നങ്ങളെയോ മാറ്റി നിർത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ കൂടി ട്രംപ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചം അവിടെ കാണുന്നു. ഡിഫൻസ് കോർപ്പറേഷന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ജോയിന്റ് ഡിക്ലറേഷൻ വിസിറ്റ് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും മോദിയുടെ വിസിറ്റ് തുടരുകയാണ്. അവസാനം there will be a joint declaration. ആ ജോയിന്റ് ഡിക്ലറേഷനിൽ വ്യക്തമായി ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി അക്കമിട്ട് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് ഈ ഒരു ചർച്ച സമനിലയിൽ പിരിഞ്ഞു എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്താൻ കഴിയുന്നത്. പൂർണ്ണമായി ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ ട്രംപിനെ കൊണ്ട് കാര്യങ്ങൾ തീരുമാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബിസിനസ് കാര്യത്തിൽ പ്രത്യേകിച്ചും. അതേസമയം ടെക്നോളജി ട്രാൻസ്ഫറിന്റെ കാര്യത്തിലും ഊർജ കാര്യത്തിലും, അത് മാത്രമല്ല ഡിഫൻസ് കോർപ്പറേഷന്റെ കാര്യത്തിൽ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഇന്ത്യക്ക് നൽകാൻ, പ്രത്യേകിച്ച് വില കൊടുത്ത് വാങ്ങിയാണ്, ചുമ്മാ നൽകിയല്ല, നൽകാനെടുത്ത തീരുമാനം നിർണായകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് മോദി ട്രംപ് ഡിസ്കഷൻ, നെഗോസിയേഷൻ, കുടിവരവ്, ഇറ്റ് ഈസ് എ മിക്സ്ഡ് ഫീൽ എന്നാണ് ഇപ്പോഴത്തെ നിഗമനം.